സ്വാഗതം. അങ്ങനെ ബ്രഹ്മയുഗത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ആർജവം തന്നെയാണ് തരുന്നത്. കാരണം ഇത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ മറ്റൊരു ഗംഭീര പ്രകടനമാണ്. അതുതന്നെയാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. അതായത് ഒരു ലൂപ്പ് നടക്കുകയാണ്. നമ്മൾ പലപ്പോഴായിട്ട് ചിന്തിച്ചും കേട്ടതും ഒക്കെയുള്ള കഥകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ്. കുഞ്ചമൻ പോറ്റി വരുന്നു, മമ്മൂട്ടിയുടെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു, ഭ്രമയുഗം വിജയിക്കുമോ, ഇതെല്ലാം സംശയങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ജനങ്ങളെ വല്ലാത്ത ലെവലിൽ വിസ്മയിപ്പിക്കുന്ന സംഭവം തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, സിനിമ അതിഗംഭീരമായിട്ട് തന്നെ ഉള്ളൊരു വർക്ക് തന്നെയാണ്. കാരണം അവർ അറിഞ്ഞ് ചെയ്തിരിക്കുന്ന വർക്കാണ്, അല്ലാതെ സാധാരണ കുറേ കേൾക്കുന്ന പോലെ വലിയ സിനിമയാണെന്ന് പറഞ്ഞ് വരുന്ന രീതിയിലുള്ളതല്ല. ഈ ഒരു ട്രെയിലർ നൽകുന്ന സൂചന ആ രീതിയിൽ തന്നെയാണ്. അതായത് പണി അറിയാവുന്നവൻ അതിൻ്റെ രീതിയിൽ അറിഞ്ഞ് ചെയ്യുന്ന ഒരു പടം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ട്രെയിലറിൽ. അതായത് ആ പകിട കളിയും അതിനകത്തിലെ ഡയലോഗും എല്ലാം കേൾക്കുമ്പോൾ നമ്മളെ അങ്ങ് കോരിത്തരിപ്പിക്കുക തന്നെയാണ്. വേറൊരു ലെവലിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ട്രെയിലർ അങ്ങ് ഗംഭീര ട്രെൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആരൊക്കെയാണ് ഈ ട്രെയിലർ കണ്ടിട്ടുള്ളത്, ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊന്ന് പറയാം. ഇതിൽ അഭിനയം കൊണ്ട് ഇതിലെ എല്ലാ നടന്മാരും നമ്മളെ ഞെട്ടിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു രക്ഷയുമില്ല. ഇത് മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള സിനിമകളിലെ ഏറ്റവും നമ്പർ 1 ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അർജുൻ അശോകൻ്റെ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും, സിദ്ധാർത്ഥ് ഭരതിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും. എന്തിന്, ഈ പറഞ്ഞ പോലെ നമ്മൾ രാഹുൽ സദാശിവൻ്റെ മുൻകാല ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതായത് അവരുടെ കോൺഫിഡൻസ്, അതായത് ഇതിൻ്റെ റൈറ്ററിൻ്റെയും അതിൻ്റെ ഡയറക്ടറിൻ്റെയും ഒക്കെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് അഭ്രപാളികളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. 100 കോടി 200 കോടിയൊക്കെ ദൂരെ കൊണ്ട് കള എന്നുള്ള ലെവലിൽ തന്നെയാണ്. കാരണം ഇത് ജനങ്ങൾ കണ്ട് കണ്ണ് തള്ളുന്ന സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡായിട്ട് ഈ സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ ഗംഭീര സ്വീകാര്യതയാണ്. ഈ ട്രെയിലർ കൂടി ഇറങ്ങുമ്പോൾ ഇനി ഒന്നും തന്നെ നോക്കാനില്ല. ആകെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ സിനിമ കത്തുമോ എന്നുള്ളത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല, വെറുതെ ശബ്ദം കൊടുത്താൽ പോലും ഈ സിനിമ തിയേറ്ററിൽ ആളുകളെ ഇടിച്ച് കയറ്റുമെന്നുള്ളതാണ്. അമ്മാതിരി സംഭവം തന്നെയായിട്ടാണ് ട്രെയിലർ തരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയാം. മീഡിയാസ്.